അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ എത്ര മണി? 8:36, 50 അല്ല 50 സെക്കൻഡ് മാറിപ്പോയി. അപ്പോൾ ഇന്നത്തെ ഡേ 2 വ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ്. പാർട്ട് 2 ആണിത്. അപ്പോൾ എല്ലാവരും കയറി മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ 10K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ ഹാഷ്ടാഗ് ലൈവ് എന്നാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, തുടങ്ങാം കേട്ടോ. അപ്പോൾ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ റൂട്ട് ടു 10K സബ്സ്ക്രൈബേഴ്സാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിരന്ന് ഇറങ്ങിയിട്ട് നേരെ പോവാണ് കേട്ടോ. വഴിക്ക് പോകുന്ന സമയത്ത് കാണിക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സമയത്തേക്ക് വീഡിയോ എടുക്കില്ല. നമ്മൾ പുളിമേട്ടിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. അയ്യോ, ഇവിടുന്ന് 19 കിലോമീറ്റർ ഉണ്ടല്ലോ പുളിമേട്ടിലേക്ക്. ഇന്നൊരു അവശനാകും. രാത്രിയാണ് ട്രെയിനുള്ളത്. എത്ര മണിയാകുമ്പോൾ എത്തുമെന്ന് നോക്കണം. അപ്പോൾ അതുവരെ നമ്മൾ ഈ കാട്ടിൽ കൂടി ആയിരിക്കും ഇനി പോക്ക്. ഇപ്പോൾ 9:40. എപ്പോൾ ഇവിടുന്ന് കയറി തുടങ്ങാം പുളിമേട്ടിലേക്ക്. എത്ര മണിക്ക് എത്തും നോക്കാം. 19 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. 19 കിലോമീറ്ററിന് എത്ര മണിക്കൂർ എടുക്കും? ഒരു 4-5 മണിക്കൂർ എടുക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക്. നോക്കി നോക്കാം, അതിനനുസരിച്ചിരിക്കും. കയറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. ഇത് നല്ല ഒരു സ്ഥലമാണ്. ഇത്ര നല്ല ഏരിയകളുണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നു. എന്തായാലും ഒരു നല്ലൊരു പാതയായിരിക്കും ഇന്നത്തേത്. അപ്പൊ നമുക്ക് നല്ല യാത്രയുണ്ട്. നടന്നു പോവാ. ഇവിടെ പറയുന്നത് 14 കിലോമീറ്റർ, കുറേ പേര് പറയുന്നത് 19 കിലോമീറ്റർ, ഗൂഗിൾ പറയുന്നത് 19 കിലോമീറ്റർ എന്നാ. അപ്പൊ അങ്ങനെ പോവാന്ന് വെച്ച് അപ്പൊ ഇനി പകുതി എത്തുമ്പോ ഞാൻ വീഡിയോ എടുക്കാം. അതാ നല്ലത്. ആള് ചത്തു. നോക്കട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പൊ ചൂടൊന്നുമില്ല. ഒരു പെർഫെക്റ്റ് കാലാവസ്ഥയോ. എന്തെന്ന്? അത് ഞാൻ വെച്ചെടുത്തതാ. സ്വാമി അടിച്ചു മാറ്റിന്ന്. ഇത് റസ്ക് സ്വാമീന്റെ ബാഗിൽ വെച്ചപ്പോ പറഞ്ഞു സ്വാമി മുക്കിന്ന്. എന്താ കഥ അമ്മച്ചി. അപ്പൊ നമുക്കിനി കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് പറയാം എത്ര കിലോമീറ്റർ ആയിന്നൊക്കെ. ഈ 3 മണിക്കൂറോ 4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാല് സത്ര എത്തും എന്ന് പറഞ്ഞത്. അവിടുന്ന് ജീപ്പും ബസ്സും ഒക്കെ ഉണ്ട്. വണ്ടിപ്പെരിയാർ. അപ്പൊ അങ്ങോട്ടേക്ക് ഇനി പോവാ. കോട്ടയം ചങ്ങനാശ്ശേരി നോക്കട്ടെ. വണ്ടിപ്പെരിയാർ എത്തിയിട്ട് അവിടെ നിന്ന് പ്ലാൻ ചെയ്യണം എങ്ങോട്ടേക്കാ. ചങ്ങനാശ്ശേരി ചെങ്ങന്നൂര് പോകണോ ഈ കോട്ടയത്തേക്ക് പോകണമെന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കേറി പോവാ. അമ്മേ, നിങ്ങൾക്ക് മോശം, ഞങ്ങൾക്ക് മോശമൊന്നും ഇല്ല. ഞാൻ അതുകൊണ്ടല്ലേ വടി വേണ്ടെന്ന് പറഞ്ഞത്. തന്നെ എന്താ സ്വാമിമാർക്ക് അരക്കാച്ച ചെരുപ്പ് വേണ്ട വെച്ചെടുത്തോ. 61 കിഴിക്കാനോ? 71. എന്താ പൊന്നു മക്കളെ, ഇത് നല്ല കേറ്റാട്ടോ. 1.5 കേറ്റാം. ശരണയ്യപ്പ. പോയിക്കൊണ്ടേയിരിക്കാം നമുക്ക്. ബാക്കിൽ എത്ര പേര് വരുന്നുണ്ടെന്ന് ആക്കാരാ.
ചന്ദ്രസ്വാമിയെ മൂപ്പാടിളക്കി. ചന്ദ്രസ്വാമി മൂപ്പാടിളക്കി അച്ഛ. ഏത് അതൊക്കെ പിടിച്ചിട്ട് ഞാൻ വരുന്നു. നിങ്ങളൊന്നും എന്നെ ഉപദേശിക്കരുത്, ഞാൻ നിങ്ങളെ ഉപദേശിക്കും. അയ്യോ ഇവിടെ അമ്മേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് മക്കളെ, രക്ഷപ്പെടാം. എസ്കേപ്പ് കുതിരട്ടം പപ്പു എസ്കേപ്പ് ആവാം, അതാ നല്ലത്. ഇല്ല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഓ പൊന്നോ, അമ്മേ നടന്ന് നടന്ന് തുടങ്ങാം. വിറക് തൂക്കണം. അത് നിങ്ങൾ തന്നെ. ഓന്റെ മൂപ്പര് പിന്നെ പെങ്ങളെ മോണ്ടി പണ്ട് പറഞ്ഞു. ഇതൊക്കെ ആയിട്ട് എങ്ങനെയാ ക്രിസ്ത്യനെ കേറ്റാ? എന്താ സുഖം, കയറ്റി പോവാ നമുക്ക്. ഇത് ഒരു 5 കിലോ വെയിറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് 14 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ ഓഫ് എക്സൈസ് അല്ല, എന്തിന് ഫോറസ്റ്റ്, അവർ പറഞ്ഞത് ഇവിടുന്ന് 14 കിലോമീറ്റർ ഉണ്ട്, 3.5 മണിക്കൂർ എടുക്കുന്നതാണ്. അപ്പൊ 3.5 മണിക്കൂറുള്ളിൽ എത്തുമെന്ന് പറഞ്ഞത്. സമയം 10, 11, 12, 1 മണി 2 മണിക്കുള്ളിൽ നമ്മൾ അടുത്തു. ഓ വൗ, വാട്ട് എ വണ്ടർഫുൾ. നമുക്കിനി പോയിക്കൊണ്ടേയിരിക്കാം. കേറ്റം തന്നെയാ, ഇറക്കാവൂല. അഭിയുക്ത 1.5 കേറ്റാട്ടെ മോനെ. ഇവിടുത്തെ വ്യൂ നോക്കിയാട്ടെ നിങ്ങളൊക്കെ ഒന്ന്. എന്താ നല്ല വ്യൂ നോക്കിയാട്ടെ, അടിപൊളി വ്യൂ. ഫോറസ്റ്റ് ആണേന്ന് പറയില്ലത്, ഒടുക്കത്തെ വ്യൂ. ഓ മക്കളെ, ഇതൊന്നൊന്നര വഴിയാണ്, കയറാൻ കുറച്ച് പാടാ. ശക്തി ഉപയോഗിക്കണം, ബുദ്ധി മാത്രം കുറച്ച് പോരാ. അമ്മേ അച്ഛ, അയ്യോ ബാലൻസ് ഇല്ല. ഇവിടെ തോന്നുന്നു പൊരിമുരുകൻ ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ. അമ്മച്ചി ഓ എവിടെയുണ്ട്? എൻ്റെ പൊന്നുമോനെ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. വ്യാർക്കുന്നില്ല കേട്ടോ, അത് നല്ലൊരു ഇടം ചെയ്യാം. അതെയോ, കിട്ടിയോ? ഈട്ടി. എൻ്റെ പൊന്നോ, കോടിക്കണക്കിന് രൂപേൻ്റെ മുതലുള്ള സാധനമുണ്ട്. ഓ, ഇത് വിറ്റാൽ തന്നെ ഒരു 10 രൂപ കോടി കിട്ടു, ഒറ്റ ചളുത്താടി വിട്ടിട്ടുണ്ടെങ്കിൽ. ഓ ആ, എന്ത് നല്ല കാറ്റ്, സ്വാമിയെ വടി കൈകൊക്കെ എന്തെന്ന്. ആ, അതിൻ്റെ ഉള്ളിലൊന്നുണ്ട്. മരം നോക്കിയാട്ടെ അതിൻ്റെ വലിപ്പം. കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ. ഓ സമ്മതിക്കണം. അമ്മേ, ഇതെന്തോന്നത്? ആനപ്പുണ്ടോ? ആനയില്ല കൂടെ ഇപ്പൊ വന്നു പോയോ? കുട്ടി ആനാണോ അതോ വലിയ ആനയാണോ?
ആ കാറ്റും പോയി എല്ലാം പോയി. ഓ അമ്മ ഹായ് എൻ്റെ അമ്മേ, ഇതൊന്നേരം നടത്തുന്നുണ്ട് കേട്ടോ. അമ്മോ മക്കൾ ഇതെന്തോന്നത്, അണ്ണാൻ പാപ്പിളച്ച പോലെ ആണല്ലോ ഉള്ളത് ഇവിടെ മൊത്തം. മലങ്കോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ നോക്കട്ടെ. എൻ്റെ പൊന്നോ, ഇതെന്തോന്ന് വലിപ്പുണ്ടെന്ന്. ഒരു 2-3 പേർക്ക് നിൽക്കാനുള്ള വലിപ്പുണ്ട് ഇനി. ഈ സമയം അതുകൊണ്ട് നല്ലതുണ്ട്, സുഖസുന്ദരമായിട്ട് പോവാം. ഇനിയും പോകണ്ട്, 2 കിലോമീറ്റർ ഉണ്ടാവും, 2-3. ഇനി ആ കുറച്ച് ഇറക്കായിരിക്കും. ഓ എൻ്റെ പൊന്നോ, എക്സ്പീരിയൻസ് ദിസ്. ഓ അപ്പം നമുക്ക് ഇനി തുടങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നതായിരിക്കും രാത്രിയിൽ. അപ്പോൾ ഇതിക്ക് കയറി എത്തിയിട്ടുണ്ട്. ഓ ഇനിയും കയറണ്ട് കുറേ ഭാഗം. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ആർക്കറിയാം, നോക്കട്ടെ. ഓ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മള് സത്രത്തിലേക്ക് പോകും. 14 കിലോമീറ്റർ നടക്കണം. അതിനകത്ത് 8 കിലോമീറ്റർ പോകും കേട്ടാ. ഏകദേശം 2 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എൻ്റെ അമ്മച്ചി അവിടേക്കത്തെ പോക്കട്ടോ. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാട്ടോ. കേട്ടെ ഏത് വഴിയേക്കാൻ വയ്യ, തൂക്കത്തിൽ ഇനി കുറേ ഉണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ചധികം വെയിറ്റ് കുറയും, കിലോവും കുറയും. എന്തായാലും നല്ല കുറച്ച് കുറയ്ക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് വ്രതം മുറിച്ചിട്ട് വേണം ഇനി നന്നായിട്ട് അടിച്ച് കയറ്റിയിട്ട് ഇതാവാൻ, പ്രോട്ടീൻ ആവാൻ. അടിച്ച് കയറ്റണം ഇനി പ്രോട്ടീന്. അടക്ക അലമ്പ് എൻ്റെ അമ്മേ, അവർ കോഴിയൊക്കെ തിന്നു. താഴത്തെത്തിക്കാണ് കോഴി മറ്റേതൊക്കെ തിന്നാന്നാണ് പറയുന്നത്. ഇപ്പം ഇല്ല, വ്രതം കഴിയട്ടെ, സമയം കഴിയട്ടെ. 27 കഴിയാ, ഞാൻ 24 മുറിക്കുക, അതല്ലത്. അമ്മ നോക്കിയോട്ടെ, കാണുന്നില്ലല്ലേ അവിടെ വെള്ളച്ചാട്ടമുണ്ട്. വിരുന്നോട്ടർക്ക് അങ്ങനെ തോന്നുന്നു. വെള്ളച്ചാട്ടം, എന്ത് നല്ല വെള്ളച്ചാട്ടം. ചെറിയൊരു ആശ്വാസം ഉണ്ടാവും അല്ലേ, അത് കഴിഞ്ഞ് പിന്നീട് കേട്ടാ. നല്ല വെള്ളച്ചാട്ടം, അടിപൊളി. ഈ വഴിക്കായ നല്ല വെള്ളച്ചാട്ടം കിട്ടി. അപ്പം ഇനി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. ഓ ചത്തു മുകേഷ് പറയുന്ന പോലെ ചത്തുന്ന സാധനം വന്നാൽ മതി. എന്തോന്ന് കയറ്റേണ്ടത്, കയറുന്നില്ല. അമ്മാതിനാ ടയർഡ്. ഓ എഞ്ചാതി കയറ്റ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ബാഗിൻ്റെ വെയിറ്റും ഓ പറയണ്ട, തീർന്നു. അമ്മേ കയറട്ടെ. പോകട്ടെ. അമ്മേ അയ്യോ, ഞാൻ മുണ്ട് വിട്ടേട്ടാ. അപ്പോഴത്തേക്കും ബൈ. സാധനം എന്തൊരു കിലോ ഉണ്ടാവും, 2-3 കിലോ ഉണ്ടാവും ഇതിന്. മാക്സിമം 5 കിലോ ഉണ്ടാവും. അത് നോക്കിയിട്ടാണ് ഈ വഴിക്ക് മൊത്തം വന്നത് നമ്മളിപ്പോൾ. ഓ പക്ഷേ വിയർപ്പില്ല, നല്ല തണുത്ത കാലാവസ്ഥ, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മേ ഇച്ചാതി സാധനം ഇമാതിരി എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എൻ്റെ വണ്ടി കയറാതല്ലത്, അല്ലെങ്കിൽ ആളുകൾ ഒപ്പാടാക്കിയപ്പോൾ
അമ്മച്ചി. ഇനി മൊത്തം കയറ്റാം. അടുത്ത കയറ്റാൻ പോട്ടെ. അമ്മേ അയ്യോ അയ്യോ. നിങ്ങൾ അച്ഛൻ സ്വാമിനെ നോക്കുന്നില്ല? അമ്മ അയ്യോ അമ്മ. അമ്മേ ഓക്കെ ബൈ. ഇത് ഇനിയും കയറാൻ കിട്ടും. കയറി കഴിഞ്ഞിട്ടില്ല. ടൈം 11 മണി 11:10. കയറട്ടെ മക്കളെ. ഇത് 1.5 കയറ്റം. അഡ്വഞ്ചറസ് ട്രിപ്പ്. എൻ്റെ അമ്മ ശബരിമല. എൻ്റെ അമ്മ ഇവിടെ ദൂരം ഉണ്ടോ? ഉണ്ട്. ഒരു 3.5 ഉണ്ടോ? ആ അമ്മ അമ്മ വെട്ടി 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 ചത്ത് 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 തളർന്നു കേസ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോക. ഓ അമ്മ. പോലെ ആൾക്കാർ കയറിപ്പോകുന്നവരെ സമ്മതിക്കണം കേട്ടോ. നമ്മളൊക്കെ ചത്തു. അമ്മാതിരി ഇതാ ഡീഹൈഡ്രേഷൻ. കാലും കൈയൊക്കെ വറക്കുന്നു. ഇപ്പോൾ ഫോണൊക്കെ പിടിക്കുന്ന ഇങ്ങനെയൊക്കെയാ. ഓ അമ്മ 1.5 കയറ്റട്ടോ. ഓ അമ്മ മണ്ണൊക്കെ പറ്റി വരണ്ട് പോയി. അമ്മച്ചി ഏരിയ കേട്ടോ. ഓപ്പണില്ലായിട്ട് കയറിയതാ. നമുക്കങ്ങനെ കയറി പോവാം. സമയം 11:34. 11:30 കഴിഞ്ഞ്. നമ്മൾ എത്ര മണിക്ക് എത്തുമെന്ന് നോക്കാം. അമ്മേ ഓ 9:30. 2 മണിക്കൂർ കയറണില്ലേ? അപ്പോൾ 11:15. ഓ അമ്മ ഫിനിഷ്ഡ്. ഇനി മുകളിലെത്തിട്ടെടുക്കാം അടുത്ത വീഡിയോ. ഓ എൻ്റെ അമ്മേ, ഞാൻ തന്നെ വെല്ലും ബ്രേക്കില്ലാതെ നടക്കുന്നു ഇപ്പോൾ. ബ്യൂട്ടിഫുൾ പ്ലേസ്. എൻ്റെ പൊന്നു മക്കള് എന്തോന്നത് ഇത്. ഇടുക്കത്തെ വ്യൂ കണ്ടുപിടിക്കാൻ ഉണ്ടാവൂല. എന്താ സ്ഥലം. ഓ അമ്മ പൊരിഞ്ഞ വെയിലും എല്ലാം. ഇടുക്കത്തെ വെയില മക്കളെ. എന്തോന്നത്. അമ്മച്ചി എന്താടാ അപ്പത്? ഇത് ഏത് സ്ഥലം? ഓ ഇതാണ് നമ്മൾ ഇത്ര നേരം കയറി താണ്ടി വന്ന സ്ഥലം. അമ്മ ഓ വളഞ്ഞും പൊളഞ്ഞും എല്ലാം വന്ന വഴി അത്. അമ്മ
പുറകിലൊക്കെ നോക്കിയിട്ട് വന്നേ. അയ്യോ എന്തോ മതി. എൻ്റെ പൊന്നു മോനെ, നല്ല സ്ഥലം നോക്കിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോയി. വിശക്കുന്നു. എൻ്റെ അമ്മ സമാധാനം, സന്തോഷം, കണ്ട സമയം മാധ്യമപ്രവർത്തനങ്ങൾക്ക് വരുന്നത് 16 മുകളിലെത്തി. കൊക്ക താഴെ മൊത്തം വനം, വലിയ വലിയ കൊക്ക. ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആളെ പൊടി പോലും കിട്ടില്ല. അമ്മേ, നമുക്കിനി ഇറക്കായി. ഓ എൻ്റെ അമ്മേ, കഴിഞ്ഞു സമാധാനം. അപ്പോൾ നമ്മൾ കയറി തുടങ്ങാം കേട്ടോ. 1.5 കയറ്റം, വീണ്ടും കയറ്റം. ഇറക്കം കഴിഞ്ഞ് ഇനി വീണ്ടും കയറ്റം. അരുവി വരുന്ന സ്ഥലങ്ങളെ മൊത്തം ഇതൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം തന്നെ വഴി അടിച്ചു വെക്കുകയാണെങ്കിൽ അടിപൊളി അടിപൊളി. സുഖമാണോ? എൻ്റെ അമ്മ അമ്പോ. എൻ്റെ പൊന്നോ, നല്ല തണുത്ത വെള്ളം. അടിപൊളി ഒടുക്കത്തെ തണുത്ത വെള്ളം മക്കളെ. എന്തോന്ന് തണുത്ത വെള്ളേ. അമ്മേ, സമാധാനം. ഇനി കുറച്ചധികം നേരം നടക്കാം. കല്ലും വെള്ളം നോക്കി നടക്കണല്ലോ. മോളെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. എന്തോന്നും വ്യൂവാണത്. ഇഷ്ടം പോലെ മരങ്ങൾ, വലിയ വലിയ മരങ്ങൾ. നമ്മളെ കയ്യെത്താൻ പറ്റാത്തരം മരങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും അറിയുന്നു ഇവിടെയൊക്കെ ഇത്ര പോലെ നല്ല ഏരിയ. കാട് കൊള്ളാം. അമ്മ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ ഉണ്ട്. എന്റെ പൊന്നടിയാ, ഇതെന്തൊന്നടി ഏരിയ. ഒന്നര വ്യൂ ആട്ടോ. എന്തോന്നാട്ടോ ഇത്, കല്യാൺ കഷ്ണം. എമ്മാതിരി ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പൊന്നടിയ കയറാനേ കഴിയില്ല. ഞാൻ ചത്തു. അമ്മാതിരിയാണ്, കയറാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ അമ്മേ, ചത്തു.
ബാലൻസ് പോലും ഇല്ല മക്കളെ. എനിക്കിപ്പോൾ ഒരു ബാലൻസ് പോലും ബാലൻസ് ഇല്ല. അയ്യോ അയ്യോ, ഇനി മുകളിലെത്തിയിട്ട് എടുക്കാം. ചത്ത് എടുക്കാൻ എനിക്ക് വയ്യ. അമ്മ എന്തോന്നാടിയത്. എനിക്കാണെങ്കിൽ കാലമൊക്കെ മസിൽ പിടിക്കാൻ തുടങ്ങി. ഇജാതി എന്താ പൊന്നോ, ഇത്രയും കിലോമീറ്റർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നിട്ടില്ല. അമ്മാതിരി നടത്ത പ്രശ്നം. അമ്മ നോക്കിയാട്ടെ നോക്കട്ടെ, സന്നിധാനം കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അവിടുന്ന് പോകാൻ പോകുന്നതൊക്കെ? അയ്യോ സന്നിധാനം. അവിടെ നിന്ന് നമ്മളിപ്പം ഇവിടേക്ക് എത്തിയത്. എത്ര കിലോമീറ്റർ നടത്തിണ്ടോ നോക്കിയൊക്കെ. അയ്യോ ശരണയ്യപ്പ. എൻ്റെ പൊന്നടിയ. ഉണ്ടാവും എടുത്തിട്ട് എല്ലാം കൂടി കലങ്ങി പോവോ? എൻ്റെ പൊന്നോ, മറ്റേ അറിഞ്ഞാൽ നെറ്റുണ്ട് വെള്ളം കിട്ടുന്നോട് നടക്ക്. ഞാൻ കണ്ടല്ലോ എന്തോന്നപ്പത് ബാക്ക് വ്യൂ നോക്കിയിട്ട് കിടന്ന്. ഓ എൻ്റെ പൊന്നോ, എന്തോന്ന് ചെയ്യാത്. ആള് ഇവിടുന്ന് ഇങ്ങനെ ഒരു കുരുണ്ട് ഇടുന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പൊടി പോലും കിട്ടില്ല. അങ്ങ് അറ്റത്ത് കാണുന്നത് സന്നിധാനം ശബരിമല. നമ്മളിപ്പോൾ പുൽമേട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പുൽമേട് കയറി കഴിഞ്ഞിട്ടാണ് ഈ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ, എന്തൊക്കെയൊക്കെയാ മുകളിലെത്തിയിട്ട് നോക്കാണ്ട്. ഓ, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രാവശ്യമാണ് പുൽമേടിൽ ഞാൻ കയറുന്നത്. ഓ എൻ്റെ പൊന്നോ. സമയം ഇപ്പം 12:55, 52, 1 മണി ആവറായി. നമ്മളിപ്പോൾ ഏകദേശം 9 മണിക്ക് പുറപ്പെട്ടതാ. 10, 11, 12, 1, 4 മണിക്കൂർ കൊണ്ട് ഈ സ്ഥലം കവറാക്കിയത്. ചത്തു. എൻ്റെ പൊന്ന, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പുൽമേട്ടിലെത്തിയതാണ് നമ്മൾ. ദീപം കത്തിക്കുന്ന സ്ഥലം കേട്ടോ. കൊടി കടച്ച് നിർത്താൻ കഴിയുന്നില്ല. ചത്ത് ഇവിടെ ഭക്ഷണം കഴിക്കാണ്ട് വന്നിരിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ, കേരള ഫോറസ്റ്റ് വൈൽഡ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭക്ഷണത്തിന് വന്നിട്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കുകയാണെങ്കിൽ വരുന്നില്ല. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ മക്കളെ. ഇവിടെ പോലീസുണ്ട്, ഫോറസ്റ്റിൻ്റെ വണ്ടിയുണ്ട്, ആംബുലൻസ് ഉണ്ട്, എല്ലാ സംവിധാനമുണ്ട് ഇവിടെ. എല്ലാ സംവിധാനമുണ്ട്. ഹെഡ് പോസ്റ്റ് ഉണ്ട് ഇവിടെ. ഒരു കുറവില്ല ഇവിടെ ഒന്നിനും. അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടേക്ക് എത്തിയത് 3 മണിക്കൂർ കൊണ്ടാണ്. അതായത് അവിടെ നിന്ന് പമ്പയിൽ നിന്ന് പുൽമേട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, പുൽമേട്ടിലുണ്ട് പമ്പയിൽ നിന്ന് പുൽമേട്ടിലേക്ക് എത്താണ്ടിട്ട് 5 കിലോമീറ്റർ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു കിലോമീറ്റർ ആയിട്ടുള്ളൂ. 6 കിലോമീറ്റർ ആയിട്ടുള്ളൂ ഇവിടേക്ക് എത്താൻ. 6 കിലോമീറ്റർ ആയിട്ടുള്ളൂ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ അവിടെ ഭക്ഷണം വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് അച്ഛനും പാപ്പന്മാരും. അച്ഛൻ്റെ ചങ്ങായും ഞാനും അച്ഛൻ്റെ രണ്ടാമത്തെ ചങ്ങായും ഇവിടെ ഇരിപ്പുണ്ട്. വിശക്കാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കുക. വേറെന്താ സാധനം വാങ്ങിച്ചിട്ട് 3 മണിക്ക് കഴിക്കാനിരിക്കുന്നത്. എന്തായാലും രാത്രി ആവാൻ സാധ്യതയുണ്ട്. ഒരു 7 മണി 8 മണി ആവാനേ സാധ്യതയുണ്ട്.
രാത്രി 11 മണിക്ക് ട്രെയിൻ. എന്തായാലും ചെങ്ങന്നൂർ അല്ലെങ്കിൽ അടുത്തേതാണ് സ്ഥലം, കൊല്ല കോട്ടയം ഏതാണെന്ന് തോന്നുന്നു, അറിയില്ല. അവിടേക്കായിരിക്കും പോവുക. ആദ്യമായി ഇങ്ങനത്തെ ഒരു അനുഭവം. ഞാൻ താങ്ക് യു പറയുകയാണ്. അങ്ങനെ നമ്മൾ ദീപം കത്തിക്കുന്ന സ്ഥലത്തെത്താറ് കേട്ടോ. നല്ല സുഖം. പുതിയ വണ്ടി വന്നു മഹീന്ദ്രൻ്റെ. അതാണ് നമ്മൾ സ്ഥലം. ഏതൊക്കെ വഴി കൂടിയാണ്. ഇവരാണ് നമ്മളെടുത്ത ആൾക്കാർ. ഇവരോട് ഞാൻ താങ്ക് യു പറയാണ് കേട്ടോ. മരുന്ന് അടിച്ചിട്ട് പോലെ അടിച്ച് നല്ല സെറ്റായിട്ട് இவர் கீழே இருந்து வந்துட்டு இவர் மட்டும் மேலே வாழ்ந்துருக்காரு. இல்லை அணில் என்ன எழுதும் தெரியாது, ஒன்றும் தெரியாது, சும்மா பேப்பரில் கிழிக்கு இருந்தவர் அந்த பாட்டு பெட்டியை வச்சுக்கிட்டு പൊന്നു പോലെ ഏരിയ എന്താ വ്യൂ. ഇതൊക്കെ കാറ്റടിച്ചതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. அவர் பாயத்துக்கு என்ன சரி போயிட்டு சாப்பாடு வச்சு காப்பி வச்சுட்டு இருந்தாரு. அப்படி ரவுஸ் விடுவானா அழுத்திருப்பான். அழுதுமே சொல்லலையா அவரு கெட்டாத வச்சுட்டு கையில முடிச்சுட்டு அங்க நடந்து போயிட்டு இருந்தா வா 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 ஓடிட்டான். பூங்குயிலேன்னு களியாக்கி போயிட்டா. அது நானும் இவ தீபகுமரம் வச்சுட்டோம் பாடி. லாஸ்ட் சாவி கூட போலன்னு சொல்லி கொடுத்து அவிஜித் சார் சொன்னா அவர் இவங்க கிட்ட நல்ல கொஞ்சம் அவிஜித் சார் ஜாலியாக தானே பேசுவாரு. கொஞ்சம் சீரியஸாக பேசும்போது இவங்களும் ப்ரெஷர் ஆகிட்டாங்க. நம்ம சார் மரம் ஓடிக்க பிரவீன் எப்போதும் கடவுள் இருக்காரு. നടന്നുകൊണ്ട് കേട്ടോ. ഭാഗ്യമുണ്ട് 3 കിലോമീറ്റർ കുറഞ്ഞു കിട്ടി. അമ്മേ അവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഫോറസ്റ്റ് ഓഫീസറാന്ന് തോന്നുന്നു കണ്ടിട്ട്. നോക്കാം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. തീരെ ചാർജില്ല, അപ്പോൾ ചാർജ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള അടുത്ത പാർട്ട് വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സാണ്. സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക ഈ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്ക്. ഇസ്മി അബ്ദുൽ ക്ലോക്ക് സൈനിങ് ഔട്ട്.